CPM മഞ്ജുഷയെ ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞു. CBI അന്വേഷണം സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ്. CPMനെ പൂട്ടാൻ നവീൻ ബാബുവിൻ്റെ പ്രതികളെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സുരേഷ് ഗോപി ഒരു രക്ഷകനായിട്ട് എത്തും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അല്ലേ? തീർച്ചയായിട്ടും വളരെ ശരിയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഒരു രക്ഷകനായി എത്തിയാൽ മഞ്ജുഷയ്ക്ക് നീതി കിട്ടും, നവീൻ ബാബുവിന് നീതി കിട്ടും, ആ പെൺമക്കൾക്കും ആ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് കേരളത്തിലെ CPMകാർ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ പെട്രോൾ പമ്പ് വിവാദത്തിലും ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലും മറുപടിയുമായി പെട്രോളിയം സഹമന്ത്രിയായി ടൂറിസവും പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി രംഗത്തെത്തുകയാണ്. വിഷയത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും യുക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പരാതി കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുമാണ് സുരേഷ് ഗോപി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത്. കോൺഗ്രസ് അംഗം അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത്. അതായത് പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ADMന്റെ മരണത്തിനിടയാക്കിയ പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത്. പമ്പുകളുടെ തിരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളാണ്. ശ്രീകണ്ഠാപുരം ചേരാൻ മൂലയിൽ പമ്പ് അനുവദിക്കുന്നതിന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർ NCO നൽകിയതുമായി ബന്ധപ്പെട്ട് പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. പരാതികൾ സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടതിനാൽ നടപടി സ്വീകരിക്കുന്നതിന് കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ പിന്നിൽ ആ കാര്യത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കാനായി സംസ്ഥാന സർക്കാരിന് രേഖാമൂലം പരാതി കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളൊന്നും ഇതുവരെ CPM പുറത്തുവിട്ടിട്ടില്ല, അത് വരാനും പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ പ്രശാന്തൻ പമ്പിന് വേണ്ടി അപേക്ഷിച്ചത് പ്രശാന്തന് വേണ്ടിയല്ല എന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ഏത് ജനങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്. പ്രശാന്തന് ഈ 23 കോടി ആണ് പാട്ടക്കരാറായ ഭൂമി, പള്ളി വക ഭൂമി എടുത്തത്. ഇത്രയും പണം പ്രശാന്തൻ എവിടെയാണ്? പ്രശാന്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇതിന് പിന്നിൽ പ്രശാന്തനെ നയിച്ചത് ആരൊക്കെയാണ്? പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? ഈ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട ഈ പമ്പിരിക്കുന്ന സ്ഥലത്തെ ഒരു ശ്രീകണ്ഠാപുരത്തെയാണെന്ന് തോന്നുന്നു, എനിക്കതിൽ കൃത്യമായ ഓർമ്മ കിട്ടുന്നില്ല. അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അത് ഇത്തരത്തിൽ ചില സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അത് ആർക്കാണ് പോയത്? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ഈ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നവീൻ ബാബു വിജിലൻസ് ഓഫീസിൽ പോയിരുന്നു എന്നാണ് പറയുന്നത്. അത് വിളിച്ചിട്ടാണോ പോയത് അതോ നവീൻ ബാബു സ്വയമേ പോയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി വിളിച്ചിട്ടാണെങ്കിലും സ്വയമേ ആണ് പോയത് എങ്കിലും നവീൻ ബാബുവിന്റെ കയ്യിലുള്ള തെളിവുകൾ വിജിലൻസിന് കൈമാറാനായിരിക്കണം നവീൻ ബാബു പോയത്. കാരണം വലിയ കോടികളുടെ ഭൂമി ഇടപാടുകളായിരിക്കാം റവന്യൂ വകുപ്പ് ജീവനക്കാരനായ നവീൻ ബാബുവിന്റെ മുന്നിൽ അനധികൃതമായി എത്തിയത്. അതിൽ തനിക്ക് അതൃപ്തിയുണ്ട്. താനൊരു CPM അനുഭാവിയാണെങ്കിൽ പോലും ഇത്തരം നെറികേടുകൾക്ക് കൂട്ടുനിൽക്കാൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരായ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താനത് ചെയ്യില്ല എന്നുറപ്പിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ചിലപ്പോൾ വിജിലൻസ് ഓഫീസിൽ എത്തിയത്. പക്ഷേ വിജിലൻസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ സർക്കാരിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണോ അവരൊക്കെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. അതുവഴിയായിരിക്കാം ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത്. ഇതൊരു CBI അന്വേഷണത്തിലൂടെ അല്ലാതെ, കാരണം ഒരു തെളിവുകളും ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയത്. അവിടുത്തെ കരാർ ജീവനക്കാരനാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്നത്, ദിവ്യയുടെ ഭർത്താവും. ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ ശരീരം കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ കൃത്യമായ രേഖകൾ കിട്ടുന്നത്? ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുക്കൾ വരാതെ പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? പ്രശാന്തൻ വ്യാജ പരാതി ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ്? ആരാണ് പ്രശാന്തന് വേണ്ടി വ്യാജ പരാതി ഉണ്ടാക്കിയത്? ദിവ്യ എന്തിനാണ് ആ യാത്രയപ്പ് ചടങ്ങിൽ കളക്ടർ പറയുന്നു ഞാൻ വിളിച്ചിട്ടില്ല എന്ന്, ദിവ്യ പറയുന്നു കളക്ടർ വിളിച്ചു എന്ന്. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ വന്നിട്ട് സിവിൽ ഡെത്ത് അടക്കം ഞാൻ 2 ദിവസത്തിനകം ചില തെളിവുകൾ പുറത്തുവിടും, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? ദിവ്യ 2 ദിവസത്തിനകം പുറത്തുവിടാൻ വെച്ചിരുന്ന തെളിവുകൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ദിവ്യ അത് പുറത്തുവിടാത്തത്? ചോദ്യങ്ങൾ ഒരുപാടാണ്.
ഈ പിന്നെ ഷംസുദ്ദീൻ എന്തിനാണ് എല്ലാ ദിവസവും നവീൻ ബാബുവിന്റെ വീട്ടിൽ പോകുന്ന ഷംസുദ്ദീൻ അന്ന് വാതിൽ തുറന്നിട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ദിവസം തൊട്ടടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും ഗൺമാനെയും വിളിച്ചുകൊണ്ട്, കളക്ടറെ ഗൺമാനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോയത്? ഒറ്റയ്ക്ക് പോവാൻ എന്തുകൊണ്ട് അപ്പൊ എന്തോ അവിടെ അസ്വാഭാവികത ഉണ്ട് എന്ന് ഷംസുദ്ദീന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണോ ഷംസുദ്ദീൻ പകച്ചു നിന്നത്, ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി വീടിനകത്ത് കയറിയത്? ബന്ധുക്കൾ വരും മുമ്പ് എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ്, ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഗോവിന്ദൻ മാസ്റ്ററിന് ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, CBI അന്വേഷിക്കേണ്ട, ഞങ്ങളുടെ സുരേഷ് ഗോപി രക്ഷകനായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞത്. അതിനുള്ള സൂചനകൾ അദ്ദേഹം നൽകി കഴിയുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് ഇതിൽ ഇടപെടേണ്ടതിന്റെ ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇമേജിനെ വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടി സഹായിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ നിന്ന് MP ആയിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം, അദ്ദേഹം വിജയിച്ച് കയറിയതിനു ശേഷം കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പെരുമാറ്റം അഹങ്കാരത്തിന്റെ രീതിയിലാകുന്നു, മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു ഇടിവ് സുരേഷ് ഗോപിക്ക് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം രീതിയിൽ ഒരു രക്ഷകന്റെ പരിവേഷവുമായിട്ട് സുരേഷ് ഗോപിക്ക് വരേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതൊരു സ്ട്രാറ്റജി കൂടിയാണ് സുരേഷ് ഗോപി പയറ്റാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം എന്തായിരിക്കും അതെന്നുള്ളത്. ഇപ്പം തൃശ്ശൂരിലടക്കം പല ആളുകളും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിജയിപ്പിക്കില്ല എന്നാണ്. കാരണം ആ രീതിയിൽ സുരേഷ് ഗോപിൻ്റെ ചില പെരുമാറ്റങ്ങൾ, ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ ഒരു സൗമനസ്യത അല്ലെങ്കിൽ ഒരു മിതത്വം ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഷയിലും ശൈലിയിലൊന്നും കാണുന്നില്ല. അദ്ദേഹം ഒരു അഹങ്കാരിയുടെ സ്വഭാവത്തിൽ പെരുമാറുന്നു എന്നുള്ളൊരു വർത്തമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയെടുക്കണം സുരേഷ് ഗോപി എന്നാണ് സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആളുകളും കൂടി പറയുന്നത്. അപ്പം നവീൻ ബാബുവിൻ്റെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി MP പ്രതികരിക്കണം, കൃത്യമായിട്ടുള്ള പ്രതികളെ പുറത്തു കൊണ്ടുവരണം, അദ്ദേഹത്തിൻ്റെ ഇമേജും അദ്ദേഹം സംരക്ഷിക്കണം. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഒരു ഇമേജ് സംരക്ഷിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ മരിച്ചില്ലേ, അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് നീതി വേണം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് നീതി വേണം. പക്ഷേ ഇവിടെ ഇവിടെ നമ്മൾ ഒരു പാർട്ടി നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ആ പാർട്ടി നിൽക്കുമെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകും. ഇപ്പോൾ ഗൗതം ഒരു പാർട്ടി വിശ്വസിക്കുന്നു, ഗൗതമിന് നാളെ ഒരു പ്രശ്നം വന്നാൽ ആ പാർട്ടിയിലുള്ള ആ ചേട്ടനോട് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മളൊരു പാർട്ടിയെ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഞാനൊരു പാർട്ടിയിലല്ല, ഞാനൊരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രസ്ഥാനം എന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ ധൈര്യമായി ചെന്ന് പറയാൻ എനിക്കൊരു പ്രസ്ഥാനമുണ്ട് എന്ന് എനിക്കൊരു ധൈര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ജനിച്ചതും ജീവിച്ചതും അവരുടെ ഓരോ ശ്വാസത്തിലും കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസത്തെ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നതിനപ്പുറം അവരതിനെ നെഞ്ചിലേറ്റുക കൂടി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഇതിൽ തന്നെ ഈ CPM-കാർ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചത്. ഞങ്ങളൊപ്പമുണ്ട്, ധൈര്യമായിരിക്കൂ, ഏത് അന്വേഷണത്തിനും ഞങ്ങൾ സത്യസന്ധമായി നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ കണ്ണുനീർ ഞങ്ങൾ കാണാതിരിക്കില്ല, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ കണ്ണുനീർ പോലെയാണ് മഞ്ജുഷയുടെയും 2 പെൺമക്കളുടെയും അച്ഛനും അമ്മയുടെയും ഒക്കെ കണ്ണുനീർ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തിയത് ഒരു ഉഡായിപ്പായിരുന്നു എന്നുള്ളത് മഞ്ജുഷയും കുടുംബാംഗങ്ങളും തിരിച്ചറിയാൻ വൈകി എന്നുള്ളതാണ്. പക്ഷെ അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് തിരിച്ചറിയാൻ വൈകിയാത്തത് കൊണ്ടാണ് തുടക്കം മുതൽ നമ്മളതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടാണ് അവരത് CBIക്ക് അത്തരം ക്രെഡിറ്റുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യകതയില്ല. നമ്മുടെ ആവശ്യം നവീൻ ബാബുവിന് നീതി കിട്ടണം. അല്ലാതെ മീഡിയ മലയാളം പറഞ്ഞതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ CBI അന്വേഷണത്തിന് പോയത്. ഇതൊന്നും ഞങ്ങൾ തുടക്കത്തിലേ അത് പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. ഞങ്ങളുടെ ആവശ്യം നവീൻ ബാബുവിന് നീതി കിട്ടണം. അത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല, അത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും ആ 2 പെൺകുട്ടികൾക്ക് അറിയണം അവരുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്. ഇനി മഞ്ജുഷയുടെ ജീവനും സംഭവിക്കും. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് എവിടെയും പൂർണ്ണമായിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നില്ല. പക്ഷെ കൊലപാതകമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിലുണ്ട്. ഈ കേസ് എങ്ങനെയാണ് പോലീസ് അന്വേഷിച്ചത്, പല തെളിവുകളും എന്തുകൊണ്ട് കിട്ടുന്നില്ല, പല കാര്യങ്ങളും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം എന്തിന് ഇത്രയും ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കുടുംബങ്ങളും ബന്ധുക്കളും ഒന്നും വരാതെ തിടുക്കത്തിൽ തീർത്തു. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതിലൊരു കൊലപാതക സംശയം നമുക്കുണ്ട് എന്നുള്ളത്. അത്രേ പറയുന്നുള്ളൂ. മാത്രമല്ല ഇതൊരു ആത്മഹത്യയാണെങ്കിൽ എന്തിന് നവീൻ ബാബു ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് അറിയാനുള്ള അവകാശം കൂടി ആ കുടുംബത്തിലുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങൾ പുറത്തു കൊണ്ടുവരണം,
നവീൻ ബാബു ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് മുക്കിയതാര്, എന്തിനു മുക്കി? അതെ.